നമസ്കാരം. അപ്പോൾ ശ്രീലങ്ക നമ്മൾ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ കുളമാക്കി കൈ കൊടുത്തിട്ടുണ്ട്. കറക്കി ഇംഗ്ലണ്ടിനെ വീഴ്ത്താൻ പോയ ശ്രീലങ്കയെ ഇംഗ്ലണ്ട് കറക്കി വീഴ്ത്തിയിരിക്കുകയാണ്. ഇംഗ്ലണ്ട് ഫസ്റ്റ് ബാറ്റ് ചെയ്ത് 146, ശ്രീലങ്കയ്ക്കാണ് ടോസ് കിട്ടിയത്. ഇംഗ്ലണ്ട് ഫസ്റ്റ് ബാറ്റ് ചെയ്ത് 146 റൺസ് അടിച്ചു. 9 വിക്കറ്റ് നഷ്ടത്തിൽ തിരിച്ച് 95 റൺസ് അടിക്കാനേ ശ്രീലങ്കയ്ക്ക് സാധിച്ചുള്ളൂ. എന്ത് മോശം ബാറ്റിംഗ് ആണെന്ന് വെച്ചാൽ ഇത്രയും ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത, ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ബാറ്റിംഗ് ശ്രീലങ്കയുടെ ഭാഗത്തുനിന്ന്. കാരണം പ്രിവ്യൂവിൽ നമ്മൾ പറഞ്ഞിരുന്നു ശ്രീലങ്കയുടെ ഏക ഒരു സ്ട്രെങ്ത് ആയിട്ട് ഞാൻ കരുതിയത് ഈ മാച്ച് ഇംഗ്ലണ്ട് ജയിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമൊന്നുമില്ലായിരുന്നു. ഇംഗ്ലണ്ട് ജയിക്കും. പക്ഷേ ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിംഗ് കണ്ടപ്പോൾ, ഫസ്റ്റ് ബാറ്റിംഗ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ശ്രീലങ്ക ഇത് ചേസ് ചെയ്ത് ജയിക്കും. കാരണം നമ്മൾ ആദ്യം എല്ലാവരും വിചാരിച്ചത് എന്താണ്, ശ്രീലങ്കയുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് അവരുടെ ബാറ്റിംഗ് ആണ്. പ്രത്യേകിച്ചും ടോപ്പ് ഓർഡർ ബാറ്റിംഗ് നിസംഗയും അതുപോലെ തന്നെ കുശാൽ മെൻഡിസും. പക്ഷേ ഈ ടോപ്പ് ഓർഡർ ബാറ്റിംഗ് അവർ വളരെ നിരാശപ്പെടുത്തി കേട്ടോ. വളരെ ഈസി ആയിട്ടും ഇമ്മച്ചുവറായിട്ടും ഉള്ളൊരു ബാറ്റിംഗ് ആയിരുന്നു. പ്രത്യേകിച്ചും ആ പവൻ രത്നായക ഒരു വിക്കറ്റ് പോയിട്ട്, കുശാൽ മെൻഡിസിൻ്റെ വിക്കറ്റ് പോയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് തൊട്ടടുത്ത ബോൾ ചാടി ഇറങ്ങി ആ വിക്കറ്റ് വലിച്ചെറിഞ്ഞതൊക്കെ മാപ്പർഹിക്കാത്ത തെറ്റാണ്. സോ അതുകൊണ്ട് തന്നെ ശ്രീലങ്ക ഈ തോൽവി ഡിസേർവ് ചെയ്യുന്നു. ശ്രീലങ്കയ്ക്ക് ഇനി ഈ മുന്നോട്ട് പോയി ടൂർണമെൻറ്റിൽ പോയാലും നല്ല രീതിയിൽ ചലഞ്ച് നേരിടേണ്ടി വരും. എനിക്ക് തോന്നുന്നില്ല ഇവർ സർവൈവ് ചെയ്ത് അടുത്ത 2 മാച്ചിലും കൂടെ എന്തെങ്കിലും രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ട് ഒരു സെമിയിലേക്ക് കയറുമെന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നില്ല. ഇവരുടെ പെർഫോമൻസ് കണ്ടിട്ടോ, മൊത്തത്തിലൊരു ബോഡി ലാംഗ്വേജ് തന്നെ കണ്ടിട്ട്. കാരണം ഇവരുടെ ബോളിംഗ് ഓൾറെഡി വീക്കാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവരുടെ ബോളിംഗ് നമ്മൾ വീക്കാണെന്ന് പറയുമ്പോഴും അവർ ബോളിംഗ് നന്നായിട്ട് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലണ്ട് ഒരു 15 to 20 റൺസ് ഷോട്ടാണ്. ഒരു 170 ഒക്കെ വരേണ്ട ഒരു ഗ്രൗണ്ട് തന്നെയാണ്. ഇപ്പോൾ 146 ഒന്നും അല്ല ഈ ഗ്രൗണ്ടിലുള്ളത്. എന്തായാലും ഒരു 170 ഒക്കെ വരാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ടാണ്. അപ്പോൾ ആ ഒരു ഗ്രൗണ്ടിൽ ഇംഗ്ലണ്ടിനെ 146 തളയ്ക്കാൻ പറ്റിയത് ശ്രീലങ്കയുടെ ഇത്രയും ബോളേഴ്സ്, ഇപ്പോൾ മെയിൻ ബോളേഴ്സ് ഒന്നും ഇല്ലാതിരുന്നിട്ട് പോലും നല്ലൊരു പെർഫോമൻസ് ആയതുകൊണ്ടാണ്, നല്ല ക്യാപ്റ്റൻസി ആയതുകൊണ്ടാണ്. പക്ഷേ ബാറ്റിംഗ് വന്നിട്ട് ഈ രീതിയിലുള്ളൊരു പെർഫോമൻസ് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഞാൻ പേടിച്ചിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലണ്ടിന് പണി കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ. കാരണം നിസംഗ അവിടെ നിൽക്കുന്നിടത്തോളം കാലം, കുശാൽ മെൻഡിസ് അവിടെ ഉള്ളിടത്തോളം കാലം തീർച്ചയായിട്ടും ശ്രീലങ്കയ്ക്ക് ഈ ഒരു സ്കോർ ചേസ് ചെയ്യും. അവരുടെ തട്ടകമാണ്, അവർക്ക് അറിയാവുന്ന ഗ്രൗണ്ടാണ് എങ്ങനെ കളിക്കണമെന്ന്. അവിടെ വന്ന് വിക്കറ്റ് ഇങ്ങനെ അടിച്ച് കളഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇംഗ്ലണ്ട്, അതിനൊക്കെ ഇംഗ്ലണ്ടിനെ സമ്മതിക്കണം കേട്ടോ. ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിങ്ങിൻ്റെ സമയത്ത് സോൾട്ട് 62 റൺസ് 40 ബോളിൽ പുള്ളി അവിടെ നിന്ന്. സോൾട്ടൊക്കെ എത്ര എക്സ്പ്ലോസീവായിട്ട് കളിക്കുന്ന ബാറ്റ്സ്മാനാണ്. പോരാത്തിന് ഇംഗ്ലണ്ട് കുറച്ച് നാളായിട്ട് ഭയങ്കര അഗ്രസീവായിട്ട് കളിച്ചു. എങ്ങനെ പോയാലും ടെസ്റ്റിലൊക്കെ പോയിട്ട് ബാസ് ബോൾ കളിക്കുന്ന ഒരു ടീമാണ്. അവർ വന്നിട്ട് ഈ ശ്രീലങ്കയിലെ പിച്ചുകളിൽ വന്നിട്ട് T20യിൽ ഇത്ര ഉത്തരവാദിത്തത്തോടെ ബാറ്റിംഗ്. വിക്കറ്റ് പോയി എന്നുള്ള സത്യമാണ്. കാരണം പിച്ചിൽ നിന്ന് അത്ര രീതിയിലുള്ള സപ്പോർട്ട് ബോളേഴ്സിന് കിട്ടുന്നുണ്ട്. വളരെ സ്ലോ ആണ്. എത്ര ഇതായാലും ബാറ്റ്സ്മാൻ്റെ അടുത്തേക്ക് ബോൾ എത്തുന്നില്ല, അത്ര സ്ലോ ആണ്. വളരെ സ്റ്റിക്കി ആയിട്ടുള്ളൊരു പിച്ച്. അപ്പോൾ വിക്കറ്റ് പോകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ എങ്കിൽ പോലും അവർ വിക്കറ്റ് വലിച്ചെറിയാൻ അങ്ങനൊന്നും ശ്രമിച്ചെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. അവർ ഈ ഒരു പിച്ചിനനുസരിച്ച്, കണ്ടീഷൻസിനനുസരിച്ച് കളിക്കാൻ ശ്രമിച്ചു. കുറേ വിക്കറ്റ് നഷ്ടപ്പെട്ടു. പക്ഷേ ഫിൽസോട്ടൊക്കെ മനോഹരമായിട്ട് ബാറ്റ് ചെയ്തു. അതുപോലെ തന്നെ വിൽ ജാക്സിൻ്റെ ഒരു 4 4 ഈ ഇംഗ്ലണ്ടിനെ ഈ സ്കോറിലേക്ക് എത്തിച്ചത്. വളരെ ബ്യൂട്ടിഫുള്ളി ബാറ്റ് ചെയ്തു വിൽ ജാക്സ്. അതുപോലെ തന്നെ നമ്മുടെ ഓവർട്ടൺ അടിച്ച ഒരു 6 അവസാനം വന്നിട്ട് അതും വളരെ വാല്യുബിൾ ആയിരുന്നു. ഓവർട്ടൺ 10 റൺ അടിച്ചിട്ടുള്ളെങ്കിലും ആ ലാസ്റ്റ് ഓവർ അടിച്ച ആ ഒരു 6 ആണ് ഈ സ്കോറിനെ കുറച്ചും കൂടെ ഒന്ന് പുഷ് ചെയ്ത് ഒരു ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന 146 എന്ന് പറഞ്ഞൊരു ഇതിലേക്ക് എത്തിയത്. തിരിച്ച് ശ്രീലങ്ക ബാറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ജോഫ്ര ആർച്ചർ നമ്മുടെ നിസംഗ എടുത്തു. 2 ബൗണ്ടറി കണ്ടെത്തിയതിന് ശേഷം പിന്നീട് ഒരു ഷോട്ടിന് പോയി കറക്റ്റ് ഫീൽഡറിനെ അവിടെ ഇട്ടു. മുമ്പുള്ള ബോളിൽ ആ ഫീൽഡർ അവിടെ ഇല്ലായിരുന്നു. അതിനുശേഷം ആ ഫീൽഡറിനെ അവിടെ ഇട്ടു. അവിടെ തന്നെ അടിച്ചു കൊടുത്ത് ഔട്ടായി. കുശാൽ മെൻഡിസ് വന്നിട്ട് വിൽ ജാക്സന്റെ മനോഹരമായിട്ടുള്ള ബോളിംഗ് ആയിരുന്നു കേട്ടോ. ലെങ്ത് എന്ന് പറഞ്ഞാൽ ആ പിച്ചിനെ അവർ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഇംഗ്ലണ്ട് സ്പിന്നേഴ്സ് ബോൾ ചെയ്തെന്ന് പറഞ്ഞാൽ സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. ആ ഒരു കുശാൽ മെൻഡിസിൻ്റെ വിക്കറ്റ്, കുശാൽ മെൻഡിസിനെ പോലെ ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള ഒരു ബാറ്റ്സ്മാനെ അങ്ങനെ എടുക്കുക എന്ന് പറഞ്ഞാൽ സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. അത് പോരാത്തിന് തൊട്ടടുത്ത ബോളിൽ ആ ഒരു മണ്ടത്തരം ചാടി ഇറങ്ങി, പുള്ളിയുടെ പേര് പവൻ രത്നായക, ചാടി ഇറങ്ങി ഔട്ടും കൂടെ ആയപ്പോഴത്തേക്ക് ശ്രീലങ്കയുടെ കാര്യം അവിടെ തന്നെ ഏകദേശം തീരുമാനമായി. പിന്നെ ആകെ ദക്ഷിൺ സാനക 30 റൺസ് അടിച്ച് 24 ബോളിൽ. അതല്ലാതെ ശ്രീലങ്കയുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് യാതൊരു പെർഫോമൻസും ബാറ്റിങ്ങിൻ്റെ കാര്യത്തിൽ വളരെ നിരാശപ്പെടുത്തി. ബാറ്റിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ ജയസൂര്യയുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച്. എന്തായാലും ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ട് വിൽ ജാക്സ് 3 വിക്കറ്റ് ഇട്ടു. ജോഫ്ര ആർച്ചർ 2 വിക്കറ്റ് ഇട്ടു. ലിയാം ഡോസൺ 2 വിക്കറ്റ് ഇട്ടു. ആദിൽ റഷീദ് 2 വിക്കറ്റ് ഇട്ടു. അതോടെ കാര്യങ്ങൾ പൂർത്തിയായി. വിൽ ജാക്സ് 10-21 റൺസും അടിച്ചിട്ടുണ്ടായിരുന്നു. വളരെ വാല്യുബിൾ ആയിട്ടുള്ള 22 റൺസ്. അതുകൊണ്ട് തന്നെ മാൻ ഓഫ് ദി മാച്ചും വിൽ ജാക്സ് തന്നെയാണ്. സോ ശ്രീലങ്കയ്ക്ക് ഇനി മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു ടൂർണമെൻറ്റിൽ അത്ര ഈസി അല്ല. ഇനി പാകിസ്ഥാനുമായിട്ടുള്ള മാച്ചുണ്ട്, അത് കഴിഞ്ഞ് ന്യൂസിലാൻഡുമായിട്ടുള്ള മാച്ചുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരാളെ ചിലപ്പോൾ അപ്സെറ്റ് ചെയ്യാനായിട്ട് ശ്രീലങ്കയ്ക്ക് ഒരുപക്ഷേ സാധിച്ചേക്കാം. പാകിസ്ഥാനോ അല്ലെങ്കിൽ ന്യൂസിലൻഡ് ഏതെങ്കിലും ഒരാളെ. എങ്കിൽ പോലും അത് പോരാ. ഏതെങ്കിലും ഒരു മാച്ച് ജയിച്ചതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. പ്രത്യേകിച്ചും മറ്റവർക്ക് 2 പേർക്കും ഓരോരോ പോയിന്റ് വീതം, ന്യൂസിലൻഡും പാകിസ്ഥാനും ഓരോരോ പോയിന്റ് വീതം കിട്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ ശ്രീലങ്കയെ സംബന്ധിച്ച് അത് പറ്റില്ല. ഒരു മാച്ച് ജയിച്ചിട്ട് ഒരു കാര്യമില്ല. സോ അതുകൊണ്ട് തന്നെ ശ്രീലങ്കയുടെ കാര്യം ഏകദേശം തീരുമാനം ആവും എന്ന് തന്നെയാണ് തോന്നുന്നത്. ഈ ഒരു ഫോമിൽ ഈ ഒരു ബാറ്റിംഗ് പെർഫോമൻസ് ഒന്നും വെച്ചിട്ട് ഈ അടുത്ത 2 കളിയും ജയിച്ചവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. അല്ലെങ്കിൽ മഹാത്ഭുതങ്ങൾ സംഭവിക്കണം. അങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ വിൽ ബി ഹാപ്പി.
പക്ഷേ ഇവരുടെ ഒരു ബാറ്റിങ്ങിൻ്റെ സ്ട്രെങ്ത് ടോപ്പ് ഓർഡറിൽ മാത്രമായി പോകുന്നു. ബോളിങ്ങിലേക്ക് വരുമ്പോൾ ഇവരുടെ മെയിൻ ബോളേഴ്സ് ഒന്നും ഇല്ല, കൺസിസ്റ്റൻസി ഇല്ല, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെയൊക്കെ മുമ്പിൽ, പാകിസ്ഥാൻ ഇത്രയും സ്പിന്നേഴ്സിൻ്റെ മുമ്പിലും, ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ഡൂക്ലി സ്പിന്നേഴ്സിന് ഇത്രയും ശ്രീലങ്കയിൽ കാണിക്കാൻ പറ്റുമെങ്കിൽ പാകിസ്ഥാൻ്റെ സ്പിന്നേഴ്സിന് ഈ ശ്രീലങ്കയ്ക്കെതിരെ എന്തെങ്കിലും കാണിക്കാൻ പറ്റുമോ നമുക്ക് ഊഹിക്കാമല്ലോ. സോ അതാണ്. ഇനി ഇംഗ്ലണ്ട് കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഐ എം ഹാപ്പി ഒരു കാര്യത്തിൽ, അവർ ആ ഒരു മൊമെൻറ്റത്തിലേക്ക് വന്നു. അവർക്കൊരു ആശ്വാസമാണ് ഈ വിജയം. ഇത്രയും നാൾ കഷ്ടിച്ചൊക്കെയാണ് ഇറ്റലിയുടെ കൂടെ പോലും സ്ട്രഗിൾ ചെയ്ത് വെസ്റ്റ് ഇൻഡീസുമായിട്ട് തോറ്റു, അതിന് മുമ്പ് നേപ്പാളുമായിട്ട് ലാസ്റ്റ് മൊമെൻറ്റിൽ വന്നൊരു ജയം പിടിച്ചെടുക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ളിടത്തുനിന്ന് ഒരു നല്ല രീതിയിലൊരു കൺവിൻസിങ് എന്ന രീതിയിൽ പറയാൻ പറ്റുന്ന ഒരു വിജയം അവർക്ക് നേടാൻ പറ്റിയത് സന്തോഷം. അത് മാത്രമല്ല അവർ കണ്ടീഷൻസ് അനുസരിച്ച് ബാറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചു ഞാൻ ഒരുപാട് നാളായിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇംഗ്ലണ്ട് ഇത്രയും സ്കില്ലുള്ള, ഇത്രയും നല്ല പ്ലേയേഴ്സ് ഉണ്ടായിട്ട് അവർ കണ്ടീഷൻസിനനുസരിച്ച് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ ആഷസിൽ പോലും ചിന്തിച്ച് അവർ കുറച്ച് കണ്ടീഷൻസ് റെസ്പെക്ട് ചെയ്ത് എതിർ ടീമിലെ ബോളേഴ്സ് നല്ലൊരു സ്പെല്ല് അറിഞ്ഞുകൊണ്ടിരിക്കുക, അതിനെ റെസ്പെക്ട് ചെയ്തൊക്കെ കളിച്ച് കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടി റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ടീമാണ്. അത് ഇംഗ്ലണ്ട് ചെയ്യാൻ തുടങ്ങിയതിൽ ഐ ആം വെരി ഹാപ്പി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിന് മുന്നോട്ട് പോകുമ്പോൾ പേടിക്കണം. അവർക്ക് റിതം കിട്ടി വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ജോസേട്ടനൊക്കെ, ജോസ് ബട്ട്ലർ ഇച്ചിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഫോം കണ്ടെത്താനായിട്ട്. ആ ഒരു ഏരിയ ആണ് അവർക്ക് ഇച്ചിരി പ്രശ്നമായിട്ടുള്ളത്. പക്ഷേ ബാക്കി എല്ലാവരും അത്യാവശ്യം ജേക്കബ് ബത്തൽ റണ്ണ് കണ്ടെത്തിയിരുന്നു, ഹാരി ബ്രൂക്ക് റണ്ണ് കണ്ടെത്തിയിരുന്നു. അതുപോലെ തന്നെ എല്ലാവരും അത്യാവശ്യം റൺസ് കണ്ടെത്തുന്നൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ബോളിങ്ങിൽ ജോഫ്ര ആർച്ചർ വീണ്ടും പേസ് ബോൾ നല്ല രീതിയിൽ എറിയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഋതത്തിലേക്ക് വന്നു. ഇത്ര നാൾ തല്ലുകൊണ്ട് മൊത്തം ജോഫ്ര ആർച്ചർ വന്നിട്ട് സ്ലോവർ എറിഞ്ഞായിരുന്നു. ഇപ്പോൾ പേസ് ബോളിൽ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നല്ല ജെന്യുവിൻ പേസ് ജോഫ്ര ആർച്ചർ എറിയാൻ തുടങ്ങിയപ്പോൾ റിസൾട്ട് കിട്ടാൻ തുടങ്ങി. സോ ഓവറോൾ ഇംഗ്ലണ്ട് ഇങ്ങനെ ഒരു പതിയെ ഋതത്തിലേക്ക് വരുന്നുണ്ട്. ഈ ഋതം കുറച്ചും കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ട് ഡേഞ്ചറസ് ടീമായിട്ട് മാറും. മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു മാച്ചും കൂടെ ജയിച്ചാൽ അവർക്ക് സെമി സാധ്യത ഉണ്ടാവും. സെമിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ ഋതം കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ഒരു ഡേഞ്ചറസ് ടീമായിട്ട് മാറും. ഏത് എതിരാളി വന്നാലും ഇറ്റ് വിൽ നോട്ട് ബി ഈസി, അത് ഉറപ്പാണ്. സോ അതാണ് ഇംഗ്ലണ്ട് vs ശ്രീലങ്ക. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇന്ത്യ vs സൗത്ത് ആഫ്രിക്ക മാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ചെറിയ സന്തോഷം ഉണ്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂ ആയിട്ട്, അതിൻ്റെ കാര്യങ്ങളായിട്ട് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.